ഞാൻ എന്തിനിപ്പോൾ വാൻ ഗോഗ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ ഞാൻ വാൻ ഗോഗിനെ സമീപിക്കണം. അപ്പോൾ വാൻ ഗോഗ് പറഞ്ഞു പോയ പല കാര്യങ്ങളും എനിക്കും പറയാനുണ്ട്. ഇപ്പോൾ എനിക്കും പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാംശമുള്ള എനിക്ക് ആസ് ആൻ ആക്ടർ എന്ന അർത്ഥത്തിലും ഒരു വ്യക്തി എന്ന നിലയിൽ ആർട്ടിസ്റ്റ് എന്ന അർത്ഥത്തിലും എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട് വാൻ ഗോഗ് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. അതൊന്ന്. രണ്ട്, എനിക്ക് മാത്രമല്ല, ഞാൻ പ്രദാനം ചെയ്യുന്ന നാടകവേദിയുമായാലും അല്ലാതെ ക്രിയേറ്റീവായിട്ടുള്ള ഏത് മേഖല കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കാർക്കും ഫീൽ ചെയ്യുന്ന വിഷയമാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള 5 പേര് പോലും നമ്മളെ തിരിച്ചറിയുന്നില്ല. ഇപ്പം നമ്മൾ 25 വർഷം ഒരു സ്പേസിൽ നിന്ന് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. നമ്മളെന്താണ് വർക്ക് ചെയ്തതെന്നുള്ള രാഷ്ട്രീയമായിട്ട് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് സഹാക്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇത് പിന്നെ വാൻ ഗോഗ് പറഞ്ഞ സംഭവം, ഞാൻ വിചാരിക്കുന്ന പോലെ ചിത്രം വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ, കല ചെയ്യാൻ പറ്റിയതെങ്കിൽ എൻ്റെ ജീവിതം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് വാൻ ഗോഗ് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോരുത്തരും അത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പക്ഷേ മനസ്സിലായപ്പോൾ ആൾ മരിച്ചു കഴിയേണ്ടി വന്നു. ആൾ 10 വർഷം കൊണ്ട് ഇത്രയും ചിത്രങ്ങൾ ചെയ്തു പോയി. 10 വർഷം കഴിഞ്ഞ് അയാൾ മരിച്ചതിന് ശേഷം 37 വയസ്സിൽ ജീവിച്ചിരുന്നു. അവസാന കാലത്തെ 10 വർഷം ഞാൻ പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് ലോകം മൊത്തവും വാൻ ഗോഗിനെ തൊടാതെ കടന്നു പോകാൻ പറ്റില്ല ആർട്ടിസ്റ്റുകൾക്ക്. അത്രയ്ക്കും വളരെ ഉൾക്കാഴ്ചയോടുകൂടി. പക്ഷെ ആളുകൾ എൻ്റെ ഓരോ വാക്കും ഓരോ വരയും ഏറ്റവും ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഏറ്റവും വേദനിക്കുന്നവർക്ക് വേണ്ടി ആകണം എന്ന് ആഗ്രഹിച്ച് കല ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് ആ ഇംപ്രഷനിസം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള ഫീല്, നമ്മൾ പുറമേ കാണുന്നതിനപ്പുറത്ത് നമ്മുടെ ഉള്ളെന്താണെന്നും കൂടി അറിഞ്ഞുകൊണ്ട് ആള് നെയ്ത്തുകാരുടെ ഇടയിൽ പോയി ജീവിച്ചു, പാടത്ത് ഉരുളക്കിഴങ്ങ് തൊട്ട് അവിടെ പോയി ജീവിച്ചു, അവരുടെ കൂടെ ജീവിച്ചിട്ടാണ്. അതൊന്നും വേണ്ട ഒരു ചിത്രം വരയ്ക്കാൻ. പക്ഷെ അങ്ങനെ ആ ജീവിതാനുഭവം കൂടി പേറിക്കൊണ്ട് രാഷ്ട്രീയ ബോധ്യത്തോടുകൂടി ചെയ്ത ആളാണ് അയാൾ. അതുകൊണ്ട് അയാൾ ജീവിച്ചിരുന്നപ്പോൾ അംഗീകരിച്ചില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോൾ ലോകം മൊത്തം അയാൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ആർട്ട് ഗാലറി വാൻ ഗോഗിൻ്റെ ആർട്ട് ഗാലറിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ ആർട്ടിസ്റ്റുകളുടെയും നമ്മളങ്ങനെ ക്രിയേറ്റീവായി ചിന്തിക്കുന്നവരുടെയും അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെയും വാൻ ഗോഗ് പറയാറുണ്ട്, എനിക്ക് വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതായി എനിക്ക് തോന്നുന്നതെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഞാനും ഇപ്പോൾ തിയേറ്ററിനെ പറ്റി പറയുന്നത്, നാളെ വളരെ മോഹനമായിട്ടുള്ള സാമ്പത്തിക അടിത്തറയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമോ ഇല്ലെന്നുള്ളത് സ്വപ്നം കണ്ടിട്ടല്ല. എൻ്റെ സ്വപ്നം ഇപ്പോൾ ഇതാണ്, തിയേറ്റർ എനിക്ക് അഭിനയിച്ച് സുഖിച്ച് സന്തോഷിച്ച് ജീവിച്ചു പോകാൻ വേണ്ടി മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഈസിയാണ്, പറ്റും. ചിലപ്പോൾ സിനിമയിൽ പോവുക അല്ലെങ്കിൽ പലതും ചെയ്ത് നമുക്ക് അല്ല, നമ്മളാ ചെയ്യുന്ന കലാരൂപത്തെയും കൂടി നമ്മുടെ ഈ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് അടയാളപ്പെടുത്തുന്ന രീതിയിൽ അതിനും കൂടി മാറ്റം ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറണമെങ്കിൽ, അല്ലെ അങ്ങനെ വിചാരിക്കുന്ന അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ വാൻ ഗോഗിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വാൻ ഗോഗിലേക്ക് എത്തുന്നതും. ഞാൻ തുടങ്ങിയപ്പോൾ വെറുതെ കോട്ട് ചെയ്ത ആ ഡയലോഗ് വാൻ ഗോഗ് പറഞ്ഞത്, ആ ഡയലോഗ് ഞാൻ എൻ്റെ നാടകത്തിൽ നടനായിട്ട് പറയുന്ന ആദ്യത്തെ ഡയലോഗാണ്. ചിത്രം വരയ്ക്കുക, സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്ന പോലെ ഞാൻ അഭിനയിക്കുക, സന്തോഷത്തോടെ ജീവിക്കുകയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ സന്തോഷം മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത്, അങ്ങനെ ആ ഒരു രംഗത്തെയും കൂടി നമുക്ക് പറ്റുന്ന കോൺട്രിബ്യൂഷൻ ചെയ്യുക.